ബാത്റൂമില്. ബാത്റൂം മുകളിൽ തന്നെ ഉണ്ടല്ലോ, മുറിയിലുണ്ട്. ഞാൻ ശ്രദ്ധിച്ചില്ല. മാർഗരറ്റ്, ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു? ആരത് പൂട്ടിയത്? വിശാരിച്ചിട്ട് വന്നിട്ട് പോയോ? എന്നെ അരിശം പിടിപ്പിക്കരുത്. അപ്പൊ ഇന്നലെ ഏത് രാമൻ ആത്തടന്ന് ഉറങ്ങിയത്? അതൊന്നും എനിക്കിഷ്ടമല്ല. ഇനി ഒരു രാമനെ ആത്തടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആരാ ഇത് പൂട്ടിയെന്ന് പറ. സോറി, പൂട്ടിയ ഞാനാണ്. ചെറിയൻ ഇന്നലെ രാത്രിയിലും ഫോൺ ചെയ്തിരുന്നു. നിങ്ങളുടെ കൂട്ടുതാമസക്കാരിയൊക്കെ ആ ഇൻസ്പെക്ടർ അറിഞ്ഞിരിക്കുന്നു അത്രേ. ഈ ചുറ്റുപാടിൽ രാത്രി ബാത്റൂമിലെന്നും പറഞ്ഞ് പുറത്തെങ്ങാനും പൊയ്ക്കളഞ്ഞാൽ ചെറിയാൻ വരുമ്പോ നിങ്ങൾ രണ്ടുപേരെയും റിട്ടേൺ ചെയ്യണ്ടേ? എന്ത് കാര്യത്തിന് എന്നെ വിളിച്ചാ മതി. എന്നെ വിളിച്ചാ മതി. എക്സ്ക്യൂസ് മീ, ഇപ്പൊ എന്ത് തോന്നുന്നു? സെൻട്രൽ ജയിലിലാണെന്ന് തോന്നുന്നു. അപ്പൊ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ടോ? ഞാൻ Catch me if you can. അവിടെ തുപ്പാനുള്ള സ്ഥലമല്ല. എനിക്ക് തുപ്പാ ഇത്രയും സ്ഥലം മതി. മനസ്സിലായോ? ഓമനക്കുട്ടന്റെ അച്ഛനോ അമ്മയാ. എന്റെ മകൻ ഓമനക്കുട്ടനെ ആരോ പൂട്ടിയിട്ടിരിക്കുന്നു. അവൻ അതിനുള്ളിൽ കിടന്ന് അമ്മേ അമ്മേ പൂട്ട് തുറക്കൂ പൂട്ട് തുറക്കൂന്ന് ഉറക്ക വിളിക്കുന്നു. അയ്യോ, ഇതൊക്കെ അവിടെ എങ്ങനെ അറിഞ്ഞു? എങ്ങനെ അറിഞ്ഞുവെന്നോ? മണ്ടക്കാട്ട് ഭഗവതിയെ ഉപാസിക്കുന്നവളാണ് ഞാൻ. എന്റെ മകനെ പൂട്ടിയിട്ടത് ആരായാലും ശരി, അവൻ പുഴുത്തു ചാകും. അയ്യോ, പൂട്ടിയത് ഞാനല്ല. പിന്നെ വേറെ ആര്? ആ വിഷാരടി, നിങ്ങൾ ആ ഓമനക്കുട്ടിനെ മുറിയിലിട്ട് പൂട്ടിയെന്നും പറഞ്ഞ് അയാളുടെ അച്ഛനും അമ്മയും വന്ന് ബഹളം ഉണ്ടാക്കുന്നു. നിങ്ങൾ എന്തിനാ മണ്ടൻ തിരുമേനി ആ കാര്യമൊക്കെ അവരോട് പറയാൻ പോയത്? ഞാനൊന്നും പറഞ്ഞില്ല. എല്ലാം ആ മണ്ടക്കാട്ട് പറഞ്ഞു എന്നും പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുക. എവിടെയും മണ്ടക്കാട്ട്? മണ്ടയില്ലാത്ത തന്നോട് അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? അത് ശരി. മാറി, ഞാൻ കേറട്ടെ. കേറിക്കോ. ഞാൻ പിഷാരടി. നമസ്കാരം. നമസ്കാരം. ഓമനക്കുട്ടൻ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ മകനെ തുറന്നു വിട്. മണ്ടക്കാട്ട് ഭഗവതിയാണ് പറയുന്നത്. ആള് സ്ഥലത്തുണ്ടെങ്കിലല്ലേ തുറന്നു വിടാൻ പറ്റൂ, അല്ലേ? എന്റെ കുഞ്ഞിനെ ആര് പൂട്ടിയാലും അവൻ പുഴുത്ത് പുഴുത്ത് ചാവും. അരുത്, ശപിക്കരുത്. ജന്മത്തിൽ പാപഗ്രഹം ഉള്ളതുകൊണ്ട് സ്ത്രീ ശാപം കൂടി ഏൽക്ക വയ്യ. അപ്പൊ താനാണോ എന്റെ കുഞ്ഞിനെ പൂട്ടിയത്? അല്ല, ആര് പൂട്ടിയാലും പുഴുത്തു പുഴുത്ത് ചാകുന്നത് ബുദ്ധിമുട്ടാണ്. ഓമനക്കുട്ട എവിടെ പോയെന്ന് പറ. ഇത്രയും കാലം ഞങ്ങളുടെ കുഞ്ഞ് ഞങ്ങളെ പിരിഞ്ഞിരുന്നിട്ടില്ല. ഈ മാസത്തിൽ ശമ്പളം വായിച്ചു തന്നിട്ടില്ല. ഓമനക്കുട്ടൻ ട്രെയിനിങ്ങിനായി വിശാഖപട്ടണത്ത് പോയിരിക്കുക. എപ്പോ വരും? അയ്യരെ എപ്പോ വരും എന്നാ പറഞ്ഞേ? ഒന്നും പറയാതല്ലേ പോയത്. ഹോട്ടലുകാർക്ക് അറിയാം. ആ, ഹോട്ടലുകാർക്ക് അറിയാവും. അപ്പൊ നമുക്ക് അവിടെ പോയി നോക്കാം. അല്ല, ഇവിടം വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ വീട്ടിൽ പോയി കുളിച്ച് ആഹാരം കഴിച്ചിട്ട് പിന്നെ ഹോട്ടലിലേക്ക് പോവാം. ഞാൻ കഴിക്കാൻ എന്തെങ്കിലും തയ്യാറാക്കട്ടെ. ഇനി ഇവിടെ തുപ്പരുത്. ഇനി നമുക്ക് അവിടെ തുപ്പാം. ചെറിയാനെ, സംഗതി കുഴപ്പമായി. ഓമനക്കുട്ടന്റെ അച്ഛനെ അമ്മ ഇങ്ങോട്ട് കെട്ടിയെടുത്തിട്ടുണ്ട്. അവന്റെ വിവരം അറിയാൻ ഹോട്ടലിലേക്ക് പോകാൻ പോണം. അവിടെ പോയി സത്യാവസ്ഥ അറിഞ്ഞ ഇപ്പോഴേ 2 അരവട്ട അത് മുഴുവനാവും. അവര് ഹോട്ടലിലോട്ട് വരട്ടെ, ഞാൻ കൈകാര്യം ചെയ്തോളാം. നിനക്കും തുടങ്ങിയോ ഈ അസുഖം? അതങ്ങ് തുടച്ചേടാ, ഉന്നം തെറ്റിപ്പോയി. തുടക്കടാ. ആ കൊച്ചന്റെ പ്രാക്കായിരിക്കും. ചേട്ടാ ഷേവ് ചെയ്യാണോ? എന്താ, ഒന്ന് ഷേവ് ചെയ്ത് തരാമോ? ചെയ്തുതരാം, പക്ഷെ മുറിഞ്ഞാലോ? ഓ, വലിയ തമാശ. എന്നാ കാര്യമായിട്ട് ചോദിക്കാം, ശരിയായി ഉത്തരം പറയണം. ഒരു ബ്ലേഡ് വെച്ചിട്ട് എത്ര തവണ ഷേവ് ചെയ്യാൻ പറ്റും? 1448. കറക്റ്റ്, 5 പോയിന്റ്സ്. അടുത്ത്, ചേട്ടൻ ഷേവ് ചെയ്യുമ്പോ
ഒരു പച്ച നിറം മുഖത്ത് കാണുന്നു. എന്തുകൊണ്ട്? ഞാനൊരു പച്ച മനുഷ്യനായതുകൊണ്ട്. Correct. 5 more points. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ കണ്ണും പെട്ടെന്ന് വരരുന്നു. പൊയ്ക്കോ. ചേട്ടനല്ലേ ആ വീട്ടിൽ വെച്ച് എന്നോട് പറഞ്ഞ് കട്ടിലിനോട് ചേർന്നിരിക്കാൻ. ഓമനക്കുട്ടി, ഞാൻ പോയിട്ട് ഇപ്പൊ വരാവേ. ചേച്ചി വിളിച്ചായിരുന്നോ? ആ ഇയാൾക്ക് ഡ്രസ്സൊന്നും ഇല്ലല്ലോ. വാ നമുക്കൊരു ഷോപ്പിങ്ങിന് പോയിട്ട് വരാം. പാവം ചേട്ടനെ കൂടെ കൊണ്ടുപോവാം. പാവൻ ചേട്ടൻ? വേണ്ട വേണ്ട, തുറന്നു വിട്ടാ ചെലപ്പോ പറന്നു പോയാലോ. ചേട്ടാ ഞാൻ ചേച്ചിയുടെ ഷോപ്പിങ്ങിന് പോവാ. ചേട്ടൻ എന്തെങ്കിലും വാങ്ങണോ? വേണം, ഒരു മുഴം കയറ്. വലുതോ ചെറുതോ? ദേ Catch me if you can. Ting 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 ting. എത്ര നേരമായി ഇത്തിരി ചൂട് വെള്ളം ചോദിച്ചേട്ടാ. ഞാൻ അമ്മയ്ക്ക് ഇത്തിരി കാപ്പി ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഞാനെന്നെ കളിയാക്ക? ഇത് ആസ്മയുടെയാ. ഇത് പുകയുടെയാ. ഇത് തുപ്പമായിരുന്നില്ലേ? ഇതിനകത്ത് ഒരു ത്രില്ലില്ല. Susie. 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 എന്താ എന്നെ ഫോൺ ചെയ്യാത്ത? ഞാൻ നമ്പർ തരട്ടെ. 0484 0484 36541. 36541. അമ്മേ കാപ്പി. എനിക്ക് വേണ്ട. ഇന്നലെ കൂടെ മണ്ടയ്ക്കാട്ട് ഭഗവതി എന്നോട് പറഞ്ഞു എന്റെ മകനെ ആരോ എവിടെയോ പൂട്ടിയിട്ടിരിക്കുന്നു എന്ന്. എന്റെ ഓമനക്കുട്ടനെ പൂട്ടിയിട്ടത് ആരായാലും അവൻ പുഴുത്ത് 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 അങ്ങനെ പറയരുതേ അമ്മേ. എടാ എന്തോ സാമദ്രോഹി, നിന്റെ ഈ കാഷായ വേഷം കണ്ട് നീ ഒരു സംസ്കാരമുള്ളവനാണെന്നാണ് ഞാൻ കരുതിയത്. ഞാൻ സംസ്കാര സമ്പന്നനാണ്. അല്ല, ഒന്നുകിൽ നീ എന്റെ ഭാര്യയെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ നീ അവളെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു. അമ്മേ ഇവിടെ തുപ്പരുത്. ഭഗവാനെ, എന്റെ സമയം ഭയങ്കര. എന്തെല്ലാം വ്യാഖ്യാനങ്ങൾ. അമ്മേ, മണ്ടയ്ക്കാട്ട് ഭഗവതിയാണ് സത്യം. അമ്മ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പൂട്ട് എന്റെ കയ്യിലില്ല. വിശാലടേ, ഇതാ പൂട്ട്. എന്റെ ആരോ കുഴിച്ചിട്ടിരിക്കുന്നു. ഇതാരുടെ പൂട്ട്? തന്റെ പൂട്ട്. താൻ ദിവസം ഓമനക്കുട്ടനെ പൂട്ടിയിട്ടിരുന്ന പൂട്ട്. അയ്യോ, എന്റെ മോനെവിടെ? എന്റെ മോനെവിടെ? കൊണ്ടുവരാം. 24 മണിക്കൂറിനകം കൊണ്ടുവന്നിരിക്കണം. കൊണ്ടുവരാം. കൊണ്ടുവരുമോ? കൊണ്ടുവരാം. കൊണ്ടുവരാം. കാഷായമിട്ട കഴിവരുടെ മോൻ. എന്റെ സമയദോഷം. വിശാലടി. ആ പിന്നെ അല്ലേ, വേണ്ട, ഞാൻ അകത്തൊന്ന് പറയാം. ഇത് നിന്റെ മുറിയിലേക്കുള്ള വാതിലല്ലേ? അതെ. പൂട്ടിയിട്ടിരിക്കുന്നു. ആര് പൂട്ടി? മാർഗരറ്റ് പൂട്ടി.
ഞാൻ പുറത്തു പോകുമെന്ന് ഭയന്നു. നിന്റെ ജീവിതത്തിൽ കുറച്ചു കാലം നിന്നെ ഞാൻ അവിടെ ഇട്ട് പൂട്ടി. ഇനിയുള്ള കാലം മാറിയിട്ട് പൂട്ടാൻ തുടങ്ങിയിരിക്കുന്നു. ഞാൻ കരുതി എന്റെ സമയമാണ് ഭയങ്കരമെന്ന്. അല്ലേ അല്ല, നിന്റെതാണ് അതിഭയങ്കരം. തനിക്ക് തമാശ പറയാനുള്ള മൂടാ. എന്റെ മൂടിനെ പറ്റി പറയാതിരിക്കുക ഭേദം. നിന്റെ അച്ഛനും അമ്മയും എന്നെ അവിടെ ഇരുത്തി പൊറപ്പിക്കുന്നില്ല. അച്ഛനും അമ്മയും വന്നോ? വന്നോന്ന്. ചുരുങ്ങിയ സമയം കൊണ്ട് നിന്റെ അച്ഛൻ എനിക്ക് രോമനെ പേരിട്ടു. കാഷായം വിട്ട കഴിവറടാ മോൻ. എത്ര നാൾ ഞാനിങ്ങനെ ഇവിടെ കഴിയും? എല്ലാം ശാന്തമാകാമെന്ന് പറഞ്ഞിട്ട് എന്റെ കാര്യം എന്തായി? ഒന്നും ആയിട്ടില്ല. ആ ഇൻസ്പെക്ടർ ഇപ്പോഴും അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. ഇന്നലെ ആലമ്പന മാർക്കറ്റ് വെച്ച് കണ്ടു. അതിരിക്കട്ടെ, അവള് നിന്നോട് അവളെ പറ്റി എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലെന്നേ. പക്ഷെ ഉറക്കത്തിൽ അവള് പിച്ചും പേയും പറയുന്ന കൂട്ടത്തിൽ ഒരു തുമ്പ് കിട്ടിയിട്ടുണ്ട്. എന്താ? ഒരു ഫോൺ നമ്പർ. ഇത് STD കോഡാ. വിശാലടി ഇത് വെച്ചൊന്ന് അന്വേഷിക്കാം.